മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ഭാവിയെപ്പറ്റിയുള്ള ഉത്കണ്ഠകളാണ് എപ്പോഴും. ഇതാ കുട്ടികളുടെ ബാലപീഠകൾ അകറ്റി ഈശ്വരാഭിമുഖ്യമുള്ളവരായി വളർന്ന് കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങുന്ന താരങ്ങളാക്കി അവരെ മാറ്റാൻ സവിശേഷമായ ഒരു വഴിപാട്. സാക്ഷാൽ വൈകുണ്ഠനാഥൻ തനിക്ക് പ്രിയപ്പെട്ട 2 ഭക്തരെ അനുഗ്രഹിച്ച് അരുളി ചെയ്ത വഴിപാട്. അവിശ്വസനീയമാണ്, പക്ഷേ ആയിരക്കണക്കിന് ഭക്തരുടെ അനുഭവമാണ്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം 5000 വർഷങ്ങൾക്കും അപ്പുറത്ത് ദ്വാപരയുഗത്തിൽ ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും ദേവവൈദ്യന്മാരുമായിരുന്ന അശ്വിനി ദേവന്മാരുടെ പുത്രൻ നകുലൻ പ്രതിഷ്ഠിച്ച ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്കു ശേഷം ആദ്യമായി ഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ച് നിവേദ്യം നൽകിയത് ഒരു തിരുവോണനാളിലായിരുന്നുവത്രേ. അങ്ങനെ ഭഗവാന്റെ ആദ്യത്തെ തിരുവോണവൂട്ട് നടന്നു. പ്രതിഷ്ഠ നടത്തിയ നകുലന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നകുലനെ അനുഗ്രഹിച്ചു. വർഷങ്ങൾക്കിപ്പുറം ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കുംകൂർ രാജാവിന് സന്തതികളില്ലാത്തതിൽ ഏറെ ഖിന്നനായിരുന്നു. തൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കുംകൂർ രാജാവിന് സ്വപ്നദർശനം നൽകി ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട വഴിപാടായ തിരുവോണവൂട്ട് നടത്താൻ അരുൾ ചെയ്തു. തിരുവോണവൂട്ട് നടത്തിയ രാജാവിൻ്റെ ദുരിതങ്ങൾ അകറ്റിയ ഭഗവാൻ രാജാവിന് സൽസന്തതികളെ നൽകി അവരുടെ ബാലപീഠകൾ അകറ്റി കർമ്മമണ്ഡലങ്ങളിൽ അവരെ തിളങ്ങുന്ന താരങ്ങളാക്കി മാറ്റി. ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസവും തിരുവോണനാളിൽ നടക്കുന്ന അതിവിശേഷമായ വഴിപാടാണ് തിരുവോണവൂട്ട്. 100 കണക്കിന് ഭക്തജനങ്ങളാണ് സൽസന്താന ലബ്ധിക്കും കുട്ടികളുടെ ബാലപീഠകൾ അകലാനും ഈശ്വരാഭിമുഖ്യമുള്ളവരായി വളരാനും കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങുന്ന താരങ്ങളായി മാറാനും ഈ വഴിപാട് നടത്താറുള്ളത്. ഇത്തവണത്തെ തിരുവോണവൂട്ടിന് സവിശേഷതകൾ ഏറെയാണ്. ചുറ്റമ്പലത്തിനുള്ളിൽ ക്ഷേത്ര ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട് ശിവഭഗവാനും ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യസ്വാമിയും കുടികൊള്ളുന്ന അപൂർവം ക്ഷേത്രം കൂടിയാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കുംഭമാസത്തിലെ തിരുവോണവൂട്ട് വരുന്നത് മഹാശിവരാത്രി ദിനത്തിലായതിനാൽ തന്നെ ശിവഭഗവാന്റെയും ഗണപതി ഭഗവാന്റെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാവും എന്ന വിശ്വാസം. കുംഭമാസത്തിലെ തിരുവോണവൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കുട്ടികൾക്ക് ഭഗവാന്റെ പരിരക്ഷയുണ്ടെങ്കിൽ പിന്നെ മാതാപിതാക്കൾ എന്തിന് മക്കളുടെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടണം? ആഗ്രഹ സാഫല്യത്തിനും രോഗദുരിതങ്ങൾ ഒഴിയാനുമൊക്കെ ഇപ്പോൾ ഭക്തജനങ്ങൾ ഈ വഴിപാട് നടത്താറുണ്ട്. ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുവാൻ അവതരിച്ച ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ഔഷധ കൃഷ്ണനായി അത്ഭുത കൃഷ്ണനായി വിരാജിക്കുകയാണ് ഭക്തജനങ്ങൾക്കൊക്കെയും അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ട്.